ഇത് ഡെറ്റോളാണ്. അട്ടൊക്കെ ഉണ്ടെങ്കിൽ അട്ട എന്തായാലും ഉണ്ടാവും. അയ്യോ പ്രിയപ്പെട്ടവർ, ഞാനെന്നുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ ഈ ഒരു വീട്ടിലാണ് ഇന്നലെ ഞാൻ താമസിച്ചത് കേട്ടോ. നമ്മുടെ അലിക്കയാണ് ഈ ഒരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ രാവിലെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയപ്പോൾ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ അലിക്കാരത്ത് ചോദിച്ചപ്പോൾ അലിക്ക പറഞ്ഞു കാട്ടിൽ നിന്ന് ഉറവയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം വരുന്നത് എന്നുള്ളത്. വെള്ളം വരാതിരിക്കാനുള്ള കാരണം ഉറവയുടെ അറ്റത്ത് പൈപ്പിൽ നിന്നും വരുന്ന ആ ഒരു ഭാഗത്ത് കരട് അടിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. 24 മണിക്കൂറും യാതൊരു ചെലവില്ലാതെ ഈ ഒരു വീട്ടിലേക്ക് വെള്ളം എത്തുന്ന ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്കും കൂടി കാണിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവരുടെ കൂടെ ഒരു ഉറവയുടെ ഭാഗത്തേക്ക് പോകുന്നത്. ഈ ഒരു ഉറവ വരുന്ന സംഭവം എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അലിക്കാട് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് എവിടുന്നാണ് ഇതിൻ്റെ ഉറവ് വരുന്നത്, എന്താണ് അത് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാടാണ്, ഈ ഒരു കാടിൻ്റെ മുകളിലാണ് ഈ ഒരു ഉറവ വരുന്നത്. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുക കേട്ടോ. കാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റില്ല അലിക്ക. എന്നിട്ട് അവിടുന്ന് എങ്ങനെ 500 മീറ്റർ ജീപ്പ് പോയിട്ട് പിന്നെ അവിടുന്ന് നടന്നു പോകണം. നമ്മുടെ കൂടെ നൂറുക്കുണ്ട് കേട്ടോ. നൂറുക്കാണ് നമ്മുടെ ഈ ഒരു ക്വാർട്ടേഴ്സ്, അലിക്കാട് ക്വാർട്ടേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആളില്ലേ, അവിടെ നോക്കുന്നത് അല്ലേ. എന്തൊക്കെ വിശേഷമൊക്കെ നല്ലത്. നൂറുക്കാട് എന്താ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് എനിക്ക് മാതാപിതാവില്ല, വീടൊന്നുമില്ല, വീടുമില്ല, വളരെ കഷ്ടമാണ്. ജോലി കിട്ടിയിട്ട് ഇപ്പൊ ഒരു 3 മാസമായി. അപ്പൊ ഈ ജോലിയിൽ നമ്മൾ പിടിച്ചിരിക്കും. പക്ഷെ വീടില്ല എനിക്ക്. ഉമ്മ ഇപ്പൊ മരിച്ചു, ആരുമില്ല, ഒറ്റക്കാണ്. കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതുമില്ല. എന്താ കല്യാണം കഴിക്കാത്ത? ഒന്ന് വീടില്ല, ഉമ്മ ഇപ്പൊ ഇല്ല. അത് കാരണം കല്യാണം കഴിക്കാൻ നമുക്ക് ആരും ഇല്ല, ഒരു മാർഗമില്ല. വണ്ടി വരുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നടക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ചെരിഞ്ഞിങ്ങനെ പോണം. കുറെ അത്യാവശ്യം ദൂരം ഉണ്ട് അല്ലേ. ഇതിപ്പോ കയ്യിലെന്താ ബോട്ടിലൊക്കെ ഇട്ട്? ഇത് ഡെറ്റോളാണ്. അട്ടൊക്കെ ഉണ്ടെങ്കിൽ കാലുമേൽ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാല് ഷൂണ്ടെങ്കിൽ പ്രശ്നം ഷൂവിന്റെ മുകളിൽ കൂടെ ഒക്കെ സാധാരണ ഞങ്ങൾ തേക്കല്. ഷൂവിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുടഞ്ഞിടുക, അല്ലെങ്കിൽ സോക്സ് അട്ട എന്തായാലും ഉണ്ടാവും. അയ്യോ, ചപ്പോ ചവറൊക്കെ വന്നിട്ട് ഇങ്ങനെ അതിന്റെ വായ്ത്തലയിൽ ഇങ്ങനെ അടയുന്നതാ. അങ്ങനെയാണ് ഈ ബ്ലോക്ക് വരുന്നത്. ഇവിടെ ഏലകൃഷി ഉണ്ടോ? ഇവിടെ ഇത് നമ്മളെ പ്രോപ്പർട്ടിയാണ്. ഇതാ ഈ ഫെൻസിങ് പറഞ്ഞതില്ലേ, ഫെൻസിങ്ങിന്റെ അപ്പുറത്തേക്കാണ് വേറെ സ്ഥലം വരുന്നത്. വേറെ സ്ഥലങ്ങളും. ഇപ്പൊ നമ്മളീ പോണൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ അങ്ങോട്ട് പോകൂലേ. എന്റെ ഇവിടെ ഒന്ന് അട്ട കയറിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഇതിൽ നിന്ന് പോയിട്ടുള്ളതാ. പെട്രോളിന്റെ സ്മെല്ല് ഇട്ടി കഴിഞ്ഞാൽ തന്നെ ഈ സാധനം കയറും. പിന്നെ കയറില്ലല്ലേ. ഞങ്ങളൊക്കെ സാധാരണ ആദ്യം തേച്ചിട്ടാണ് കാട്ടിലേക്ക് കയറുക. ഇവിടെ ഒരു അട്ട ചാടണം കണ്ടാ, ഇവിടെ കണ്ട് ഷൂവില് അതേപോലെ. അപ്പോ ഇതിന്റെ മുകളിലാണ് നമ്മളെ ഉറവുള്ളത്. ഇതാ ഈ ചെറിയ കുഴിയാണ് ഇവിടെ. അപ്പോ ഇവിടെയാണ് അതിന്റെ പൈപ്പിന്റെ ജോയിന്റ് ഉള്ളത്. നമ്മൾ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അറിയോ, ഈ ഓസ് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതില് ചപ്പോ ഇത് മണ്ണൊക്കെ അടഞ്ഞതാ. അപ്പൊ നമ്മള് ഇതിൽ കൂടെ അങ്ങോട്ട് ഊതുക. ഓക്കെ ഓക്കെ. ഇവിടെയാണ് ഉറവ. അങ്ങനെ ഊതി കഴിഞ്ഞ് കഴിഞ്ഞാല് ബ്ലോക്ക് ഒഴിവാകും ഇതിന്റെ. ഇപ്പൊ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താണ്? ഒരാഴ്ചയിലായിട്ട് തുടർച്ചയായിട്ട് ശക്തമായ മഴ പെയ്യുമ്പോഴേ ഉറവിന്റെ ശക്തി കൂടുമ്പോ ഈ മണ്ണൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങാണ്. ഇത് ഞങ്ങളൊരു 10-36 വർഷമായി ഇവിടുന്ന് സ്ഥിരമായി വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. പറ്റുന്നില്ല, ഈ ഉറവ പറ്റൂല. അയ്യോ ഭയങ്കര. 4 മണിക്കൂർ ഈ വെള്ളം വന്നുകൊണ്ടേ നിൽക്കും. ഈ മലന്റെ ചെരുവത്തെ വെള്ളം ഇങ്ങനെ ഊറി വരികയാണ്. ഈ പാറയാണ് മൊത്തം. ഇതിന്റെ അടിയിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഓസിന്റെ തലപ്പില് ഒരു ഫിൽറ്റർ ഓൾറെഡി ഉണ്ട് അല്ലേ. ഇല ഇരുന്നിട്ടുണ്ടെങ്കിൽ താഴെക്കുള്ള വെള്ളം അപ്പൊ നമ്മൾ അത് ഇടക്ക് നോക്കുന്നുണ്ട്. വെള്ളം റെഡി ആയിട്ടുണ്ടല്ല. അപ്പൊ എന്തൊരു സംഭവം, ഒരു ബ്ലോക്ക് ഇത് ഓസിൽ റിട്ടേൺ ആയിട്ട് ഊതിയപ്പോഴേ അതിന്റെ ബ്ലോക്ക് ഒഴിവായി. ഇപ്പൊ കണ്ടില്ല വെള്ളം വരുന്നുണ്ടല്ലേ. ശുദ്ധമായ 24 hours ഇങ്ങനെ വന്നോണ്ടിരിക്കും. വെള്ളം പോലും ഉണ്ടാവില്ല ഈ കണ്ടീഷൻ. നോക്കി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാലും നമ്മളവിടെ ഫിൽറ്റർ നമ്മളവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഒരു ഫിൽറ്റർ വെച്ചിട്ടാണ് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നത്. തെളിഞ്ഞ വെള്ളം. ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു 2000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട്, അതിൽ സ്റ്റോർ ചെയ്യും. ഇത് 24 hours വന്നുകൊണ്ടേ ഇരിക്കല്ലേ. പിന്നെ ഇങ്ങോട്ടൊന്നും ഒറ്റക്ക് വരാൻ പറ്റൂല, ഫോറസ്റ്റ് ആയതുകൊണ്ടേ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു 2 ആളെങ്കിലും മിനിമം വേണം ഇവിടെ വന്ന് പോണെങ്കിൽ.
ഒരു കത്തിയും പടിയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ സേഫ്റ്റിക്ക് വേണ്ടിട്ട്. അതെ അതെ. അപ്പൊ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഈ വയനാട്ടില് പല വീടുകളും അല്ലെ, ഒരുവിധം എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയല്ലേ, കിണർ കാര്യങ്ങളൊന്നും. ഏകദേശം ഒരു 90% വീടുകൾ ഇങ്ങനെ പുഴവെള്ളം ഉറവ്. 90% വീടുകൾ ഇതുപോലെ തന്നെയാണ്. കുറച്ച് ഹൈറ്റില് വെള്ളം ഉണ്ടാവും, അതിൽ നിന്ന് ഉറവ നേരെ നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് 90% ആളുകളും ഇവിടെ ഈ ഒരു വയനാട്ടില്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ കറണ്ട് ചെലവ് കുറവാണ്. ഇതിനിപ്പോ കറണ്ട് ഇല്ലല്ലോ, നേരെ വീട്ടിൽ ആവശ്യമില്ല. അതും പ്രോപ്പർട്ടിന്റെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് നമുക്ക് മോട്ടറിന്റെ ആവശ്യമില്ല. എല്ലാ ഏരിയയിലേക്കും ഇങ്ങനെ സെപ്പറേറ്റ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. പിന്നെ ഇത് അലിക്കാട് മറ്റൊരു കോട്ടേജ് കേട്ടോ. നമ്മൾ ആ വെള്ളത്തിൻ്റെ അവിടേക്ക് പോകുമ്പോഴേ ആ വഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല വ്യൂ പോയിന്റ് കേട്ടോ. താഴത്തേക്ക് നോക്കി നോക്ക്, അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് താഴത്ത് കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ബെഡ് ഇങ്ങനെ ഫ്ലോറിലിട്ടിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വാഷ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു രാത്രിയൊക്കെ ഇങ്ങനെ തങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ കാണുന്നതുണ്ടല്ലോ ഫാക്ടറി, അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ്. പുകക്കുഴൽ കണ്ടോ, അത് അന്നും ഇന്നും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. 100 കണക്കിന് ജോലിക്കാരുണ്ട്. ഈ മലനിരകള് അതൊക്കെ തമിഴ്നാടിന്റെ ഭാഗമാണ്. നീലഗിരി കുന്നുകളിൽ പെട്ടതായി മാറും അവിടെ. മറ്റുള്ള കാണില്ലേ, തമിഴ്നാടാണ്. ആ വലിയ മലകളൊക്കെ തമിഴ്നാട് ഭാഗമാണ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വയനാട്ടിലെ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അലിക്ക നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലിക്കാനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.